ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഐറ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തോടെ തന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പച്ചരി കുതിർക്കാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എല്ലാം ഈ ഒരു കപ്പിൽ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഈ ഒരു ഐറ്റം കറക്റ്റ് പോലെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പച്ചരി കുതിർത്താൻ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പച്ചരി ഓവർനൈറ്റ് കുതിർത്തി എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുതിർത്തി കഴുകി വാര വെച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ വന്നിട്ട് ചിക്കൻ്റെയോ ബീഫിൻ്റെയോ കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് പച്ചരി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് പച്ചരിക്ക് 1 മുട്ട എന്ന കണക്കിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ 4 ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ചോറ് എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചോറ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പകരം സോഡാപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷനിലാണ് കേട്ടോ, പക്ഷേ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് വെള്ളമാണ് കേട്ടോ. അപ്പോൾ അരച്ചെടുക്കാൻ ആവശ്യമായിട്ട് 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചരിയുടെ മിക്സർ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു രൂപത്തിൽ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടുന്നത് കേട്ടോ. നമ്മൾ സാധാരണ നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ബാറ്ററിന് വേണ്ടത്. ഒരുപാട് കട്ടിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടും പറ്റില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ആയിട്ട് മാറ്റി വെക്കാം. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും കിട്ടുള്ളൂ. ഇനി ഇതിവിടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കട്ടെ. ഈ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്കുള്ള കറി തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതിന് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. 1 ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ അതന്നെ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ബാറ്റർ ഒന്നും കൂടി കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ടി കൂടുകയാണെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം കൂടിയാൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അതിലേക്ക് ഓവർ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. അതിൽ മുട്ടയും കൂടി ഉള്ളത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ നമുക്കത് ഒരുപാട് ലൂസായി കിട്ടുള്ളൂ. ഇപ്പോൾ അതാ ഈ ഒരു ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഓയിൽ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതുപോലെ 1 തവി ബാറ്റർ നമുക്ക് ഇതിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് റെഡിയായി വരുന്ന സമയത്ത് ഈ ഒരു ഐറ്റം മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പം നമുക്ക് ഒരു തവി ഉപയോഗിച്ചിട്ട് എണ്ണ അതിൻ്റെ മുകളിലായിട്ട് ആക്കി കൊടുത്താൽ മതി. ഇരിക്കും തോറും ഈ ഒരു ബാറ്റർ നല്ലപോലെ തന്നെ സോഫ്റ്റായി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു അപ്പവും നല്ലപോലെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ കണ്ടോ, ഈ ഒരു അപ്പം ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും ഇതുണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പച്ചരി വെച്ചിട്ട് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ ടേസ്റ്റിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. ഇത് റെഡി ആയാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി സ്വീറ്റ് റെസിപ്പിയാണ് ഇഷ്ടമെങ്കിൽ ഈ ഒരു ബാറ്ററിലേക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ സമയത്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. കൂടെ തന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ വിട്ടുപോകരുത്. താങ്ക്